പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS +2 ഹ്യൂമാനിറ്റീസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ ഹിസ്റ്ററിയുടെ കോഡ് നമ്പർ NS +2 ഹിസ്റ്ററി കോഡ് നമ്പർ 315 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ 5 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറാണ്. കഴിഞ്ഞ 2024 ഒക്ടോബറിൽ നടന്ന പരീക്ഷയുടെ 5 മാർക്കിൻ്റെ സാധാരണ വരുന്ന ചാപ്റ്ററിലും ഓപ്ഷണൽ മോഡുകളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസറുമാണ് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള 2025-26 കാലഘട്ടത്തിലൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരപ്രദമാകും. എൻ്റെ ചാനലിൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഹിസ്റ്ററിയുടെ 5 മാർക്കും 3 മാർക്കും 2 മാർക്കും ഒക്കെ നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നടന്ന എക്സാം 2024 ഒക്ടോബറിലാണ്. അതിൽ വരുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏറ്റവും ഉയർന്ന മാർക്ക് 5 മാർക്കാണ്. ആ 5 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് അവതരിപ്പിക്കുന്നത്. പരമാവധി നിങ്ങൾ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാൻ നോക്കുക. കാരണം പുതിയ രീതിയിലുള്ള അനുസരിച്ച് നമുക്ക് 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% പഠിച്ചാൽ മതി. ബാക്കി ഒരു 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഈ 60% വെട്ടിച്ചുരുക്കിയാലും ക്വസ്റ്റ്യൻസിൻ്റെ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് സെക്ഷൻ എയിലും 20-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫറൻസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നന്നായി വർക്കൗട്ട് ചെയ്താലാണ് കിട്ടും. പിന്നെ 2 മാർക്ക് 3 മാർക്ക് 5 മാർക്ക്. അപ്പോൾ നമ്മൾ ആദ്യം 5 മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്യാൻ എന്ന് പറയാൻ കാരണം നമുക്ക് ഈ 1 മാർക്കിൻ്റെ കൂടുതൽ സമയം എടുക്കും. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് നമുക്ക് ഗൈഡിൽ നിന്ന് ആൻസർ കിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തവർക്ക് കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോൾ അവസാന ഉത്തരം എഴുതുന്ന 5 മാർക്ക് വേണ്ട രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് എക്സാമിന് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ പരമാവധി നിങ്ങൾ 5 മാർക്കിൻ്റെ ആദ്യം എഴുതി, പിന്നെ 3 മാർക്ക്, പിന്നെ 2 മാർക്ക്, ലാസ്റ്റ് സെക്ഷനിൽ 1 മാർക്ക് എഴുതുകയായിരിക്കും ബെറ്റർ. ഇനി ഒരാൾ ക്രമത്തിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. എന്നാലാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ സമയം തികയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ തന്ന ക്വസ്റ്റ്യൻസിൻ്റെ 5 മാർക്കിൻ്റെ ബോർഡിൽ എഴുതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. അത് നമ്മൾ മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയും. നമ്മുടെ ഗൈഡിലും ഇതേ രീതി തന്നെ എല്ലാ വിഷയത്തിൻ്റെ ഗൈഡുകൾ നമ്മുടെ കയ്യിൽ മലയാളത്തിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. 48ാമത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നത് ഡിസ്ക്രൈബ് ദി മേജർ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ അർബൻ പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ. ഹാരപ്പൻ അർബൻ പ്ലാനിങ്, നഗര പ്ലാനുകൾ, അതേപോലെ തന്നെ അവിടുത്തെ ആർക്കിടെക്ചർ, വാസ്തുവിദ്യകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് വിവരിക്കാനാണ്. ആദ്യം നമുക്ക് അവിടുത്തെ അർബൻ പ്ലാനിങ്, നഗരപരമായിട്ടുള്ള പ്ലാനിങ്, പട്ടണ സംവിധാനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വിവരിക്കാം എന്നതാണ്. നദീതീരങ്ങളിലെ സമതലങ്ങൾ, മരുഭൂമിയിലെ അതിർത്തികൾ, കടൽ തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് ഹാരപ്പൻ പട്ടണങ്ങൾ സ്ഥാപിച്ചത്. ഓരോ പട്ടണങ്ങളും 2 ഭാഗങ്ങളായി തിരിച്ചിരുന്നു എന്നതാണ്. അതിലൊന്ന് കോട്ട കെട്ടി ഉറപ്പിച്ചിരുന്നു. ഭരണാധികാരികൾ താമസിച്ചിരുന്നത് അവിടെയായിരുന്നു. ബാക്കി ഭാഗത്ത് ജനങ്ങളും പാവപ്പെട്ടവരും താമസിച്ചിരുന്നു. കോട്ടക്കാലത്ത് വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു. അവ ഭരണ കേന്ദ്രങ്ങളോ ചടങ്ങുകൾ നടത്തുന്ന സ്ഥലങ്ങളോ ആയിരുന്നു. മോഹൻജദാരോയിലും ഹാരപ്പയിലും കോട്ടയ്ക്ക് ചുറ്റും ഇഷ്ടിക കൊണ്ടുള്ള മതിലുണ്ടായിരുന്നു. എന്നാൽ കാലിബംഗാനിൽ കോട്ടയും താമസ സ്ഥലം ഉൾപ്പെടുത്തിയത് മതിൽ കെട്ടിയിരുന്നത്. തെക്ക് വടക്കായി തെരുവ് വരകൾ നിർമ്മിച്ചിരുന്നു. ഇവ മറ്റു വഴികളെ കോണിൽ ബന്ധിപ്പിച്ചിരുന്നു. ബോധപൂർവമായ ഒരു നഗരാസൂത്രണം ഇവിടെ ഉണ്ടായിരുന്നില്ല. നഗരങ്ങൾ 1-ാം തരം ശുചീകരണ സൗകര്യങ്ങളോട് കൂടിയായിരുന്നു. തെരുവുകളിലൂടെ അതിരുകളിലൂടെ ചാലുകൾ നിർമ്മിച്ചിരുന്നു. വീടുകളിലെ മലിനജലം ഓവുകളിലൂടെ ഈ ചാലുകളിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. ഇത് നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ, ഗൈഡിൽ 3ാമത്തെ ചാപ്റ്റർ, ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ 3ാമത്തെ ചാപ്റ്റർ കാണും. ഗൈഡിൽ 17-18 പേജിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നു.
പിന്നെ ശില്പവേല, കൊത്തുപണി, മൺപാത്ര നിർമ്മാണം എന്നിവയിൽ ഹാരപ്പക്കാർ പ്രഗത്ഭരായിരുന്നു. വെങ്കലം, കളിമണ്ണ്, കല്ല് എന്നിവ കൊണ്ടുണ്ടാക്കുന്ന പ്രതിമകൾ അവരുടെ കലാവൈഭവത്തിന് തെളിവാണ്. പ്ലാസ്റ്റിക് കലയുടെ മികച്ച തെളിവാണ് ഹാരപ്പൻ സീലുകൾ. ഹാരപ്പക്കാർ മനോഹരമായ വജ്രമണികൾ നിർമ്മിച്ചു. വൈദൂര്യം, മാണിക്യം തുടങ്ങിയ രത്നക്കല്ലുകൾ പതിച്ച മണികളും സ്വർണം, വെള്ളി എന്നും കൊണ്ടുവന്നുള്ള മണികളും അവർ ഉപയോഗിച്ചിരുന്നു. അടുത്ത ചോദ്യമാണ്. ഇനി ഇത് അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസ്ക്രൈബ് ദോസ് എവിഡൻസ് വിച്ച് സജസ്റ്റ് ട്രേഡ് ആൻഡ് എക്കണോമി. ഇത് എവിഡൻസ് എന്ന് പറഞ്ഞ ഉറവിടങ്ങളാണ്. ഹാരപ്പൻ സംസ്കാര കാലത്ത് നടന്ന വാണിജ്യ അതേപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഉറവിടങ്ങളെ കുറിച്ച് വിവരിക്കാനാണ്. മൂന്നാമത്തെ ഇതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഗൈഡിൽ നമുക്ക് 22ാമത്തെ പേജിൽ കാണുന്നുണ്ട്. ഹാരപ്പൻ ജനത വിപുലമായ ഒരു ആഭ്യന്തര വിദേശ വ്യാപാര ശൃംഖല സൃഷ്ടിച്ചിരുന്നു. വിദൂര സ്ഥലങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഹാരപ്പൻ നാഗരികതയുടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന്റെ വികസിത കാലഘട്ടത്തിൽ വ്യാപാരം അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. ഐക്യരൂപമുള്ള അളവ് തൂക്കങ്ങൾ, കൈവേലയിലുള്ള പ്രത്യേക പരിശീലനം, പ്രധാന പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന കൂറ്റൻ കലവറകൾ, സീലുകൾ, ലോതലുകൾ കണ്ടെത്തിയ കപ്പൽ സംഖ്യത ഇവയെല്ലാം ഐശ്വര്യപൂർണമായ വ്യാപാരം നടന്നിരുന്നു എന്നതിന്റെ തെളിവാണ്. കല്ല്, ലോഹം, ശംഖ്, ധാന്യം തുടങ്ങിയവയാണ് പ്രധാനമായും അവർ വ്യാപാരം നടത്തിയിരുന്ന വസ്തുക്കൾ. നിർമ്മിത വസ്തുക്കളും ഭക്ഷ്യധാന്യവും പകരം നൽകി അയൽ പ്രദേശത്തു നിന്ന് ലോഹം അവർ ഇറക്കുമതി ചെയ്തു. മോഹൻജദാരോ, ഹാരപ്പ, കാളിബംഗൻ, ലോതൽ എന്നിവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 2 ഒരേ ചാപ്റ്ററല്ല. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻസ്. എക്സാമിൻ ഇനി 5 മെയിൻ കോസസ് ഓഫ് ദ റിവോൾട്ട് 1850. 1857 കലാപത്തിന്റെ 5 കാരണങ്ങൾ ഏതൊക്കെയെന്നതാണ് 19ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുമെന്നതാണ്. 19ാമത്തെ ചാപ്റ്ററിൽ 1857 കലാപത്തെ കുറിച്ചിട്ട് വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പേജ് നമ്പർ നമുക്ക് വരുന്നത് ഗൈഡിൽ 161ാമത്തെ പേജ് ഉണ്ട്. 1857 ഇന്ത്യയുടെ ഉത്തര മധ്യഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ഭടന്മാരുടെ, അതായത് ശിപ്പായിമാർ ഒരു ലഹളയായിരുന്നു ഇത്. ഒരു കൊല്ലത്തിലേറെ നീണ്ടുനിന്ന കലാപം വിധി നിർണയമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഈ കലാപം ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. 1857 കലാപത്തിന് പല കാരണങ്ങളും. ഒന്ന് സാമ്പത്തിക കാരണമാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണമാണ് കലാപത്തിനുള്ള പ്രധാന കാരണം. ഇന്ത്യയിലെ സമ്പത്തും വിഭവങ്ങളൊക്കെ ചൂഷണം ചെയ്ത് ബ്രിട്ടീഷുകാർ വാണിജ്യ, കാർഷിക, വ്യാവസായിക മേഖലകളെ തകർത്തു. 2 പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിടിച്ചെടുക്കൽ നയമാണ് കലാപത്തിനുള്ള രാഷ്ട്രീയ കാരണങ്ങളെ പ്രധാനം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നതിനായി ബ്രിട്ടീഷുകാർ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. നാട്ടുരാജ്യങ്ങൾ കീഴടക്കുകയും പുതിയ ഒട്ടനവധി നിയമങ്ങളിലൂടെ അധികാരങ്ങൾ കൈയടക്കാൻ ശ്രമിച്ചതും ബ്രിട്ടീഷുകാർക്ക് വിനയമായി. 3 സാമൂഹിക സാംസ്കാരിക കാരണങ്ങളുണ്ട്. വംശപരമായി കേവലന്മാരാണെന്ന് കരുതിയിരുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് അങ്ങേ അറ്റം അജ്ഞതയോടുകൂടിയാണ് പെരുമാറിയത്. ബ്രിട്ടീഷ് ഭരണം തങ്ങളുടെ മതത്തെ അപകടത്തിലാക്കുമെന്ന ഭയം കലാപം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഗവൺമെന്റ് നടപ്പിലാക്കിയ പല സാമൂഹിക പരിഷ്കാരങ്ങളും ജനങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി. 4 പറയുന്ന സൈനിക കാര്യങ്ങളാണ്. ശിപ്പായിമാരുടെ ലഹളയോട് കൂടിയാണ് 1857 കലാപം ആരംഭിക്കുന്നത്. സാധാരണ ജനങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടതകളും ശിപ്പായിമാരും പങ്കിട്ടിരുന്നു. കൂടാതെ സൈന്യത്തിലും വിവേചനം നിലനിന്നിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മേൽത്തട്ടിലും ഇന്ത്യക്കാർ താഴെയാണ്. ബ്രിട്ടീഷ് പട്ടാളക്കാർ കുറഞ്ഞ വേതനമാണ് ശിപ്പായിമാർക്ക് കിട്ടിയത്. അവർക്ക് കിട്ടിയിരുന്ന ഭക്ഷണവും താമസ സ്ഥലവും എല്ലാം വളരെ മോശപ്പെട്ടായിരുന്നു. ഉദ്യോഗ കയറ്റത്തിലുള്ള സാധ്യതയും ഇല്ലാതെ. ഇനി പെട്ടെന്നുണ്ടായ കാരണം പുതിയ എൻഫീൽഡ് തോക്ക് സൈന്യത്തിൽ നടപ്പിലാക്കിയതാണ് കലാപത്തിന്റെ പ്രധാന കാരണം. അതിന്റെ തിരകൾക്ക് ഗ്രീസ് ഇട്ട ഒരു കടലാസ് ആവരണം ഉണ്ടായിരുന്നു. തിരകൾ തോക്കിൽ നിറക്കുന്നതിന് മുമ്പ് ഈ കടലാസ് കടിച്ചെടുത്ത് നീക്കം ചെയ്യുന്നതായിരുന്നു. പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ് പലപ്പോഴും ഗ്രീസ് ഉണ്ടാക്കിയത് എന്നൊരു കിംവദന്തി പട്ടാളക്കാർക്കിടയിൽ പറഞ്ഞു. തങ്ങളുടെ മതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇത് ബോധപൂർവം ചെയ്യുകയാണെന്ന് ശിപ്പായിമാർ കരുതി. ക്ഷുഭിതരായ ശിപ്പായിമാർ പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും കലാപത്തിന് ഒരുങ്ങുകയും ചെയ്തു. ഇനി ഇത് അറിയാത്തവർക്ക് വേറെ ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ ദ റോൾ ഓഫ് എനി 5 key leaders of revolt. 5 പ്രധാനപ്പെട്ട ലീഡർമാരുടെ പങ്ക് ഏതൊക്കെയാണ് 1857 കലാപത്തിൽ? അത് ഏതൊക്കെയാണ്? റാണി
ലക്ഷ്മിബായ്, താന്തിയ തോപ്പി, നാനാ സാഹിബ്, ബഹദൂർ ഷാ, ബീഗം അസ്രത്ത്, കൻവർ സിംഗ് മൗലവി, അഹമ്മദുള്ള, ഹേമദ്. ഇങ്ങനെ 5 ആൾക്കാർ പേരെഴുതുകയും അവർ ഈ കലാപത്തിൽ അവരുടെ സാന്നിധ്യം എന്താണെന്നുള്ളത് കൂടി നമ്മൾ എഴുതി ചേർക്കണം. ഇനി 50ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ എ 6A എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവസാന ഭാഗത്ത് 29ാമത്തെ ചാപ്റ്ററൊക്കെ തുടങ്ങുന്ന ഭാഗങ്ങളുണ്ട്. 6A ഉണ്ട്, 6B ഉണ്ട്. 6A എന്നാണ് ഓപ്ഷണൽ മൊഡ്യൂൾ എ, 6B എന്നാണ് ഓപ്ഷണൽ മൊഡ്യൂൾ ബി. ആദ്യം നമുക്ക് 6Aയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദി കൊളോണിയൽ അപ്പാർട്ടസ് ആസ് ഡെവലപ്ഡ് ബൈ ബ്രിട്ടീഷ്. കൊളോണിയൽ ആയിട്ടുള്ള അപ്പാർട്ടസ് ഡെവലപ്പ് ചെയ്തു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ. അതിനെ കുറിച്ച് വിവരിക്കാനാണ് നമുക്ക് ഓപ്ഷൻ 29ാമത്തെ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. ഓപ്ഷണൽ മൊഡ്യൂള് 6A നമുക്ക് ഏകദേശം 29ാമത്തെ ചാപ്റ്ററിൽ ഇതിന്റെ ആൻസർ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോറി, 29 അല്ല, 32ാമത്തെ ചാപ്റ്ററിൽ കൊളോണിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഗൈഡിൽ നമുക്ക് 239ാമത്തെ പേജിൽ 2ാമത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൊളോണിയൽ സംവിധാനത്തെ എടുത്തു കാട്ടുകയാണ്. കോൺവാലിസ് പ്രഭു കമ്പനി ജോലിക്കാരുടെ ഒരു സമൂഹം രൂപപ്പെടുത്തി അവർക്ക് ഉദാരമായ വേതനം നൽകപ്പെട്ടു. എന്നാൽ വ്യക്തിപരമായ വ്യാപാരമോ ഉൽപാദനമോ അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല. കൃത്യമായ പ്രൊമോഷൻ, പെൻഷൻ എന്നിവ ഇവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നു. ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരായ കമ്പനി ജോലിക്കാരെ ഒഴിവാക്കിയിരുന്നു. അവ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ടതായിരുന്നു. കോൺവാലിസ് ബംഗാളിന്റെ ഓരോ ജില്ലകളിലും മജിസ്ട്രേറ്റർമാർ, നികുതി പിരിവുകാർ, ജഡ്ജിമാർ എന്നിവരെ നിലനിർത്തിയിരുന്നു. 1806 മുതൽ കമ്പനി അതിന്റെ പുതിയ ജീവനക്കാർക്ക് ലണ്ടനടുത്തുള്ള ഹെയ്ലിബറി കോളേജിൽ പ്രത്യേക പരിശീലനം നൽകി പോന്നു. നിയമനത്തിന് വ്യവസ്ഥാപിതമായ പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. 1833 ശേഷം മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് കമ്പനി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തിരുന്നത്. 1853 ശേഷം യോഗ്യത അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ്. ഏത് ബ്രിട്ടീഷ് ഉദ്യോഗാർത്ഥിക്കും പരീക്ഷയിൽ പങ്കെടുക്കാമായിരുന്നു. ചൈനീസ് മാതൃകയെ അനുകരിച്ചുള്ളായിരുന്നു മത്സര പരീക്ഷ. ഇന്ത്യൻ സിവിൽ സർവീസ് ഉയർന്ന വേതനത്തോടു കൂടിയായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരു ഉദ്യോഗസ്ഥന് ഉള്ളതിനേക്കാൾ രാഷ്ട്രീയ അധികാരം ഇന്ത്യയിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അനുഭവിച്ചു. 1829 ജില്ലകളുടെ സ്ഥാപനത്തോടെ സിവിൽ സർവീസ് ഒന്നുകൂടി ശക്തിപ്പെടുത്തി. ഓരോ ജില്ലകളിലും നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് പൂർണ്ണമായ ഏകാധിപത്യ അധികാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് റവന്യൂ, കളക്ടർ, ജഡ്ജി, പോലീസ് മേധാവി എന്നീ നിലകളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു. ഈ സംവിധാനം പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണത്തിന്റെ മൂലക്കല്ലായി മാറിയെന്നതാണ്. ഇനി 6Bയിൽ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ക്ലാസിക്കൽ കൾച്ചർ പ്രിസർവ്ഡ് പാസ്ഡ് ഡൗൺ ത്രൂ ദി ജനറേഷൻ. ക്ലാസിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ട് എഴുതാനാണ്. തൊട്ടപ്പുറത്ത് 32 പറഞ്ഞതിന്റെ അപ്പുറത്തുള്ള ഓപ്ഷൻ മോഡുകളിൽ 29ാമത്തെ ചാപ്റ്റർ 29B ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഭരതനാട്യം പോലുള്ള നൃത്തരൂപങ്ങൾ ക്ലാസിക്കൽ കൾച്ചറിന്റെ ഭാഗമാണ്. കാളിദാസൻ ഒരു ക്ലാസിക്കൽ കവിയായി അറിയപ്പെടുന്നു. ക്ലാസിക്കൽ ക്ഷേത്ര നിർമ്മിതികൾക്ക് ഉദാഹരണമാണ് ചോളന്മാരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം. ഇത്തരം ക്ലാസിക്കൽ സാംസ്കാരിക രൂപങ്ങൾ സമ്പന്നമാണ് ഇന്ത്യ. ക്ലാസിക്കൽ സാഹിത്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷകളിലാണ്. ക്ലാസിക്കൽ സംസ്കാരങ്ങൾ വളരെ വികസിതവും അതേസമയം ചിലവേറിയതുമാണ്. സംസ്കൃത രചനകൾ പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടാനും സ്മാരകങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാനും തുടങ്ങിയിട്ട് 2 ദശകങ്ങളായിട്ടുള്ളൂ. ജനകീയ സംസ്കാരങ്ങളും ക്ലാസിക്കൽ സംസ്കാരങ്ങളും തമ്മിൽ പരസ്പര ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വരുന്ന മാപ്പ് അടയാളപ്പെടുത്താനാണ്. മാപ്പ് നമുക്ക് തരും. ഏത് മാപ്പാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മാപ്പിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്യണം. കഴിഞ്ഞ ഒക്ടോബറിൽ ചോദിച്ച മാപ്പിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ നടന്ന പ്രദേശങ്ങൾ ഏതാണെന്ന് തന്നിട്ടുണ്ടാവും. അത് ഏത് ഭാഗത്താന്നുള്ളത് അറിയണം നമുക്ക്. അത് നമ്മൾ അടയാളപ്പെടുത്തുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് കഴിഞ്ഞ പരീക്ഷക്കാണ്. ഈ പരീക്ഷക്കും ചിലപ്പോൾ ഹാരപ്പൻ തന്നെ ചോദിക്കണം എന്നില്ല, വേറെ എന്തെങ്കിലും മാറി ചോദിക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കുള്ള ഇന്ത്യയുടെ മാപ്പുകളും അതിൽ അടയാളപ്പെടുത്തേണ്ട ലൊക്കേഷനൊക്കെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. 5 മാർക്കിന് സാധാരണ എഴുതുമ്പോൾ നമുക്കിപ്പോൾ ഈ ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ എഴുതാൻ കഴിയുമെങ്കിൽ അത് എഴുതാം. ഏകദേശം ഒരു 1.5 പേപ്പറിൽ എഴുതണം. നമുക്കൊരു ബുക്കിലെറ്റ് മോഡലാണ് നമുക്ക് ആൻസർ ചെയ്തതിന്റെ പേപ്പർ കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു 1.5 ഭാഗം, ഒരു ഭാഗം ഫുള്ളും അടുത്ത ഭാഗത്തിന്റെ ഒരു പകുതി ഭാഗമെങ്കിലും മിനിമം എഴുതണം എന്നുള്ളതാണ്.
അത്രയും ഭാഗങ്ങൾ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇനി തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ 3 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവതരിപ്പിക്കും. നമ്മുടെ ചാനൽ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, SSLC +2 വളരെ കുറഞ്ഞ ഫീസിൽ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ഓൺലൈനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്ന് മൊബൈലിൽ പരീക്ഷ എഴുതണമെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.